നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. പോലീസ് കാർബോട്ട് വിൽപ്പന റെയ്ഡ് ചെയ്ത് 50,000 പൗണ്ട് വിലമതിക്കുന്ന വസ്തുക്കൾ പിടിച്ചെടുത്തു. കിഴക്കൻ ലണ്ടനിലെ റെയ്നാമിൽ നടന്ന കാർബോട്ട് സെയിലിൽ മെട്രോപൊളിറ്റൻ പോലീസ് നടത്തിയ റെയ്ഡിൽ 50,000 പൗണ്ട് വിലമതിക്കുന്ന മോഷ്ടിക്കപ്പെട്ട ഉപകരണങ്ങൾ പിടിച്ചെടുത്തതിനെ തുടർന്ന് 4 പേർ അറസ്റ്റിലായി. ഏപ്രിൽ 6-ന് വില്ലോ ഫാം കാർബോട്ട് സെയിലിൽ പോലീസും ട്രേഡിംഗ് സ്റ്റാൻഡേർഡ് ടീമും ചേർന്ന് വൻതോതിലുള്ള തിരച്ചിൽ നടത്തി. ഈ ഓപ്പറേഷനിൽ ഏകദേശം 1000 മോഷ്ടിക്കപ്പെട്ട ഉപകരണങ്ങൾ, സൈക്കിളുകൾ, നിയമവിരുദ്ധമായ വേപ്പുകൾ, വ്യാജ സാധനങ്ങൾ, പണം എന്നിവ കണ്ടെടുത്തു. ഒരു സ്നിഫർ ഡോഗിന്റെ സഹായവും ഉപയോഗിച്ചു. 40-നും 60-നും ഇടയിൽ പ്രായമുള്ള 4 പേരെ ഹാക്നി, സൗത്ത് ആൻഡ് ഓൺസി എന്നിവിടങ്ങളിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ട്രേഡ്സ് പീപ്പിൾ മോഷണം വർദ്ധിക്കുന്നതിനെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഈ നടപടി. മെറ്റ് പോലീസ്, എസെക്സ് പോലീസ്, ട്രേഡിംഗ് സ്റ്റാൻഡേർഡ് ഓഫീസർമാർ എന്നിവർ ചേർന്നാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. മോഷ്ടിക്കപ്പെട്ട ഉപകരണങ്ങൾ തിരിച്ചറിഞ്ഞ് അവയുടെ യഥാർത്ഥ ഉടമകളിലേക്ക് തിരികെ നൽകാൻ ശ്രമിക്കുമെന്ന് പോലീസ് പറഞ്ഞു. മോഷ്ടാക്കൾ വാനുകൾ തകർത്ത് മോഷ്ടിച്ച സാധനങ്ങളുമായി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു. UK-യിലെ പ്രധാന തൊഴിൽ മേഖലകളിൽ വിസ ക്ഷാമം. പുതിയ ഇമിഗ്രേഷൻ ബ്ലൂ പ്രിന്റിലെ കാലതാമസത്തെ ഡൗണിംഗ് സ്ട്രീറ്റ് ന്യായീകരിക്കുമ്പോൾ പ്രധാന മേഖലകളിൽ വിസ ക്ഷാമം വെളിപ്പെടുന്നു. 2024 ഡിസംബർ വരെയുള്ള 4 വർഷങ്ങളിൽ ആകെ അനുവദിച്ച 5,60,000 വിസകളിൽ 1,81,000 താഴെ മാത്രമാണ് വിദേശ തൊഴിലാളികൾക്ക് നൽകിയത്. അതായത് 32% വിസകൾ മാത്രമാണ് ഈ മേഖലകളിലെ പ്രൊഫഷണലുകൾക്ക് ലഭിച്ചത് എന്ന് ബിസിനസ് കൺസൾട്ടൻസി സ്ഥാപനമായ സെൻട്രോ ഗ്ലോബൽ വിശകലനം ചെയ്തു. 2030 ലൈഫ് സയൻസ് മേഖലയിൽ 1,33,000 തൊഴിലവസരങ്ങൾ ആവശ്യമാണെങ്കിലും കഴിഞ്ഞ 4 വർഷത്തിനിടെ 16,000 വിസകൾ മാത്രമാണ് ഈ മേഖലയിൽ നൽകിയത്. ഫിനാൻഷ്യൽ സർവീസ്, ഡിഫൻസ്, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ്, ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ്, ഡിജിറ്റൽ ആൻഡ് ടെക്നോളജി, ക്ലീൻ എനർജി തുടങ്ങിയ മേഖലകളിലും തൊഴിലാളികളുടെ ക്ഷാമം നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയ കുടിയേറ്റ നയം വൈകുന്നത് സർക്കാർ ന്യായീകരിക്കുന്നത് കൂടുതൽ ആലോചനകൾക്കും മെച്ചപ്പെട്ട പദ്ധതിക്കും വേണ്ടിയാണെന്നാണ്. എന്നാൽ ഈ കാലതാമസത്തെ വിമർശിക്കുന്നവർ തൊഴിൽക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. UK-യുടെ സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കാൻ വിദഗ്ധ തൊഴിലാളികൾ അനിവാര്യമാണെന്നും വിസ നൽകുന്നതിലെ കുറവ് ഈ മേഖലകളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ആശങ്കപ്പെടുന്നു. പുതിയ നയം കൊണ്ടുവരുന്നതിന് മുൻപ് എല്ലാ വശങ്ങളും പരിഗണിക്കേണ്ടതുണ്ടെന്നാണ് ഡൗണിംഗ് സ്ട്രീറ്റ് പറയുന്നത്. എന്നിരുന്നാലും ഈ കാലതാമസം രാജ്യത്തിന്റെ തൊഴിൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നതായി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇനി ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ. അമേരിക്കൻ താരിഫുകൾ താൽക്കാലികമായി നിർത്തില്ലെന്ന ട്രംപിന്റെ നിലപാട് ദി ടൈംസിന്റെ 1-ാം പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞായറാഴ്ച നടന്ന മാഞ്ചസ്റ്റർ ഡെർബിയുടെ അവസാനത്തിൽ ജാക്ക് ഗ്രിലിഷിനെ ആക്രമിച്ച കേസിൽ ഒരാൾക്കെതിരെ കേസെടുത്തതായി ദി സൺ റിപ്പോർട്ട് ചെയ്യുന്നു. UK-യിൽ ഗർഭപാത്രം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ അമ്മയ്ക്ക് ജനിച്ച ആദ്യത്തെ കുഞ്ഞായ ആമി ഡേവിഡ്സന്റെ ജനനത്തെക്കുറിച്ച് ഡെയിലി എക്സ്പ്രസ്, ഡെയിലി മിറർ എന്നിവ റിപ്പോർട്ട് ചെയ്യുന്നു. ബീജിംഗിന്റെ പ്രതികാര നടപടിയെ തുടർന്ന് ചൈനയ്ക്കുമേൽ കൂടുതൽ തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഗർഭപാത്രം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ശേഷം പെൺകുഞ്ഞിന് ജന്മം നൽകിയ സ്ത്രീയുടെ ചിത്രം ഡെയിലി മെയിലിന്റെ 1-ാം പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഹരി വിപണികൾക്ക് കോടിക്കണക്കിന് ഡോളർ നഷ്ടമുണ്ടായിട്ടും ശാന്തത സാധിക്കാൻ അമേരിക്കക്കാരോട് ട്രംപ് നടത്തിയ ആഹ്വാനം ദി ഡെയിലി ടെലിഗ്രാഫിന്റെ പ്രധാന വാർത്തയാണ്. പ്രതിസന്ധിയിലായ വിപണികൾ UK പെൻഷനുകളിൽ ചെലുത്തുന്ന ആഘാതത്തെക്കുറിച്ച് പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപ് താരിഫ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് തുടർച്ചയായ 3-ാം ദിവസവും വിപണികൾ ഇടിഞ്ഞു. എന്നാൽ ലോകവുമായുള്ള തന്റെ വ്യാപാര യുദ്ധത്തെ ട്രംപ് ന്യായീകരിച്ചുവെന്ന് മെട്രോ പറയുന്നു. പുതിയ താരിഫുകൾ നിലവിൽ വന്നതിനെ തുടർന്ന് ആഗോള വിപണികൾ ബുദ്ധിമുട്ട് തുടരുന്ന സാഹചര്യത്തിൽ ഡെയിലി സ്റ്റാറിന്റെ 1-ാം പേജ് US പ്രസിഡന്റിനെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലിസ് ട്രസിനോട് താരതമ്യം ചെയ്യുന്നു. ചൈനയ്ക്ക് 50% അധിക തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയെ ഫിനാൻഷ്യൽ ടൈംസ് മുന്നിൽ നിർത്തുന്നു. അമേരിക്കയ്ക്കെതിരെ ബീജിംഗ് സ്വന്തം പ്രതികാര തീരുവ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ മുന്നറിയിപ്പ്. ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കാം. യോർക്ക് മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ മോദി തോമസ് ചങ്കൻ അന്തരിച്ചു. യോർക്ക് മലയാളികളുടെ പ്രിയ ഗായകനും മലയാളി അസോസിയേഷൻ ഓഫ് യോർക്കിന്റെ സജീവ പ്രവർത്തകനുമായ മോദി തോമസ് ചങ്കൻ അന്തരിച്ചു. ക്യാൻസർ ബാധിതനായി ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. മലയാളി അസോസിയേഷൻ ഓഫ് യോർക്കിന്റെ എല്ലാ സാംസ്കാരിക പരിപാടികളിലും ആഘോഷങ്ങളിലും മോദി സജീവമായിരുന്നു. മതപരമായ ചടങ്ങുകൾ ഉൾപ്പെടെ യോർക്കിലെ മലയാളി കൂട്ടായ്മകളിൽ നിറസാന്നിധ്യമായിരുന്ന അദ്ദേഹം തന്റെ ഗാനങ്ങളിലൂടെ അവയ്ക്കെല്ലാം ഹൃദ്യമായ അനുഭവം നൽകി. 1 മാസം മുൻപാണ് അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചത്. തൃശൂർ സ്വദേശിയാണ്. സംസ്കാരം പിന്നീട്. UK-യിൽ മൊബിലിറ്റി സ്കൂട്ടറിൽ സഞ്ചരിച്ച 105 വയസ്സുകാരൻ കാർ തട്ടി കൊല്ലപ്പെട്ടു.
സസെക്സിലെ അക്ഫീൽഡിലാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:44 അപകടം നടന്നതെന്ന് സസെക്സ് പോലീസ് അറിയിച്ചു. അക്ഫീൽഡിലെ ബ്രൂക്സൈഡ് ജംഗ്ഷന് കിഴക്ക് B2102 ബെൽഫാം റോഡ് ക്രോസ് ചെയ്യവെയാണ് 87 വയസ്സുള്ള ഒരു സ്ത്രീ ഓടിച്ച കാർ മൊബിലിറ്റി സ്കൂട്ടറിനെ ഇടിച്ചത്. കാർ ഓടിച്ചിരുന്ന സ്ത്രീക്ക് പരിക്കില്ല. അപകടം നടന്ന സാഹചര്യത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. മരിച്ചയാളുടെ അടുത്ത ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. US-ന്റെ പുതിയ താരിഫ് നയം മൂലം പ്രതിസന്ധിയിലായ വ്യവസായങ്ങൾക്ക് പിന്തുണയുമായി പ്രധാനമന്ത്രി. ട്രംപ് ഏർപ്പെടുത്തിയ പുതിയ താരിഫ് നയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന ബ്രിട്ടീഷ് വ്യവസായത്തെ പിന്തുണയ്ക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞു. ഏതൊക്കെ രീതിയിലുള്ള സഹായ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കാൻ പദ്ധതിയിടുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അത് വകുപ്പുകളിലെ മന്ത്രിമാർ ഉടനെ പ്രഖ്യാപിക്കും. ഇതിന്റെ ഭാഗമായി ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതിന് വ്യവസായത്തിന് കൂടുതൽ സമയം നൽകുന്നതിനായി ഹൈബ്രിഡ് കാറുകളുടെ വിൽപ്പന 2035 വരെ തുടരും. US-ന്റെ പുതിയ വ്യാപാര നയം ലോകമൊട്ടാകെ സാമ്പത്തിക മാന്ദ്യത്തിന് വഴിവെക്കുമെന്ന ആശങ്ക ശക്തമാണ്. നിലവിൽ US-മായി ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാനാണ് UK ശ്രമിക്കുന്നത്. UK കയറ്റുമതിയിലെ 10% താരിഫ് നീക്കം ചെയ്യുന്നതിനായി UK സർക്കാർ US-മായി ചർച്ച തുടരുമെന്ന് UK ചാൻസലർ റേച്ചൽ റീവ്സ് പറഞ്ഞു. ചർച്ചകളുടെ ഭാഗമായി പ്രധാന ടെക് കമ്പനികൾ പ്രതിവർഷം അടയ്ക്കേണ്ടതായി വരുന്ന £1 ബില്യൺ ഡിജിറ്റൽ സേവന നികുതി കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള ഇളവുകൾ UK സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആഗോള വ്യവസ്ഥയിൽ US ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ UK സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കുമെന്നും സർക്കാരിന് ഇക്കാര്യത്തിൽ വളരെ കുറച്ച് ചെയ്യാനാകുമെന്നും ട്രഷറി ചീഫ് സെക്രട്ടറി ഡാരൻ ജോൺസ് പറഞ്ഞു. US-ന്റെ പുതിയ താരിഫ് നയം രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെ കാര്യമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. ലോകമെങ്ങുമുള്ള ഓഹരി വിപണികൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് നിലവിൽ നേരിടുന്നത്. ഏപ്രിൽ 2 ശേഷം ആഗോള ഓഹരി വിപണികളുടെ മൂല്യത്തിൽ ഏകദേശം £3.9 ട്രില്യൺ നഷ്ടമാണ് സംഭവിച്ചത്. ഓൾഡ്ഹാം മലയാളി ടിബിൻ രാജുവിന്റെ മാതാവ് ഷോപ്പിംഗിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു. കോട്ടയം മണർകാട് മാലം കല്ലടയിൽ ശ്രീ രാജുവിന്റെ ഭാര്യ ജാൻസി രാജു വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് 15 ദിവസം മാത്രമേ ആയുള്ളൂ. മകനോടും കുടുംബത്തോടുമൊപ്പം ഓൾഡ്ഹാം സിറ്റി സെന്ററിൽ ഷോപ്പിംഗിനിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ റോയൽ ഓൾഡ്ഹാം ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. മാതാവിന്റെ അപ്രതീക്ഷിത ആഘാതത്തിൽ കഴിയുന്ന കുടുംബത്തിനു വേണ്ട എല്ലാ സഹായങ്ങളും ഓൾഡ്ഹാമിലെ മലയാളി സമൂഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.